ലാ 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 ലാ. ഓ ഉമ്മാർക്കൊന്ന് താത്തി വെച്ചിരുന്നെങ്കിൽ. ഇതിപ്പോ എന്തൊക്കെ ഇപ്പൊ ഇത് സുപ്ലമോന്റെ ഏതൊക്കെ ഉപ്പമാരെ പേരൊക്കെ ആയിരിക്കണം. എന്താണിത്? WHAT. What? WE. THINK. അതെന്തായിരിക്കും? ആ തെങ്ങ്. വട്ട് W തെങ്ങ്. ആ അങ്ങനെയുണ്ടോ പേര്? നേരത്തെ ആരാ വിളിക്കണത്? സുപ്ലമോനെ. മോനെ ഞാനിതാ എല്ലാം ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടിരിക്കുക. മോൻ പറഞ്ഞല്ലോ ഇവിടെ പുറത്തൊരു മോൻ്റെ എന്താണ് മറ്റേ കാരണവന്മാരെ പേരൊക്കെ ഉള്ള ഒരു ബോർഡ് ഉണ്ടല്ലോ, വലിയ രണ്ടെണ്ണം. ഞാൻ അത് തുടച്ചോണ്ടിരിക്കുക. നല്ല വൃത്തിയാക്കിയാണ്. കണ്ണാടി പളുങ്ക് പോലെ വെച്ചിട്ടുണ്ട്. ആ നീട്ടത്തിൽ ഇങ്ങനെ കുറെ ചോപ്പും വെള്ളയായിട്ട് കുറെ പേരുണ്ടല്ലോ. എന്താണ് വട്ട് W തെങ്ങ്. അത് വചനങ്ങളാണ്. കോട്സോ? ഹൈക്കോട്ടല്ല. കന്നഡ ഒരു കാര്യമില്ല, ഞാൻ വിളിച്ച അത് പറയാനല്ല. താൻ ഓഫീസിലുണ്ടോ? പിന്നെ ഓഫീസിലാണല്ലോ ഈ ബോർഡ് ഉള്ളത്. വെറുക്കപ്പെട്ടവനെ മോപ്പ വരുമോ? ഞാൻ മോൻ വരുമ്പോഴേ ആ മറ്റേ ആ പട്ട് ഷോപ്പ് ഉണ്ടല്ലോ, ചായക്കട, അവിടെ 2 വടിയും ചമ്മന്തി വാങ്ങും. ഞാൻ ഇന്ന് വരില്ല, അത് പറയാൻ ഞാൻ വിളിച്ചത്. താൻ വേണം ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ. അതല്ല ഓഫീസിൽ ആരെങ്കിലും മീറ്റിങ്ങുകളിൽ വരുവാണെങ്കിൽ ഞാനിവിടെ ഇല്ല, നാളെ അല്ലെങ്കിൽ മറ്റന്നാ വരാൻ പറഞ്ഞ താൻ ശരിയാക്കണം. അത് പറയാനാ, മനസ്സിലായോ? എന്റെ ദൈവമേ. മോനെ സുപ്ലമോനെ. സുബ്ലോന്റെ തല അല്ല എനിക്കല്ല. അല്ല അവന്റെ വിചാരം ഞാൻ വായുവിലാ ജീവിക്കണെന്നാ. എനിക്ക് തിന്നാനും കുടിക്കാനൊന്നും വേണ്ടേ? അവൻ്റെ ഒരു ബോർഡ്. എന്നാലും അവനിന്ന് വരൂല. അപ്പൊ ആരും വന്നില്ലെങ്കിൽ ആമീനെ വിളിക്കണം. ഹലോ ഇക്ക. ഹലോ ആമിനോ, എന്താക്കുക? ഞാനിതേ തുണി അലക്കാൻ പോവാ. ആണാ? ആ എന്നാ ഇക്ക വിളിച്ചേ? ഞാൻ തുണികളൊക്കെ മാറ്റി വെച്ചോ. എങ്ങോട്ട്? എന്താച്ചാല് ഇന്ന് മറ്റേ ആ സുപ്ലുണ്ടല്ലോ, ഓനിന്ന് വരൂല. എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. അല്ലല്ലോ അവൻ വരാറില്ലോ. എടി ബലാല ഇങ്ങോട്ട് വരില്ലാന്ന്. ഓന്റെ മറ്റേ ഈ ഫിലിമിന്റെ ഓഫീസിലേക്ക് വരൂലാന്ന്. ഇന്ന് ആരും ഇല്ലാന്ന് ഇവിടെ. അനക്കറിയോ? ഞാൻ 10 ദിവസം എന്നെ ഇങ്ങനെ കനവിലിങ്ങനെ കാണും. എന്റെ സ്നേഹം എന്ന് പറഞ്ഞാണ്ടല്ലോ കടലിലെ തിരമാല പോലെയാണ്. ഞാനും ഇക്കനെ എന്നും കനവില് കാണാറുണ്ട്. ആണോ? ഇക്കനെ കാണുമ്പോ എന്റെ കനവ് തേനൂറും കനവാവും. ഈ വേഴാമ്പലിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ എന്റെ വീട്ടില് കോഴിനെയും കാക്കനെയും കാണാറുണ്ട്. ഞാൻ അവിടെയുള്ള കാക്കേനല്ലേ കാണണ്ടേ? എടി പോത്തെ, വേഴാമ്പലി എന്ന് പറഞ്ഞാല് അതിനൊറ്റൊരു കാമുക ഉണ്ടാവുള്ളൂ. അതാരോ? ഒരാളടുത്ത് അതിന് മുഖപത്ത് വന്നുള്ളൂ. അതാരുടെ അടുത്താ? എടി വേഴാമ്പലി ഒരു ദേശീയ പക്ഷിയാ. അപ്പൊ അതേമാതിരിയാ ഞാന്. എനിക്കൊറ്റൊരു കാമുകയുള്ളൂ, മുഖപത്തുള്ളൂ. അതിഞ്ഞു മാത്രാണ്. ഇഞ്ഞേ ആ തുണിയൊക്കെ അവിടെ വെച്ചിട്ടെ ആ പർദ്ദയൊക്കെ എടുത്തിട്ട് ഈ ബാഗ് കൊണ്ട് പോര്. ഞമ്മക്കൊന്ന് പൊളിക്കണം. ഇനി ബാഗ് പോര്. നീ ബാഗ് ചെല്ല്. ഓള് തിരുമ്പിക്ക കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോ ഞാനിന്ന് പൊളിക്കും. വടക്കുന്നാഥ ഇന്ന് വല്ലത് നടക്കുന്നാഥ,
ആവിന മോളിന്ന് വന്നാൽ എടുക്കും നാട. ബീരാനിക്ക ആ മീനു, ഇരിക്കി അവിടെ കുത്തിരിക്കി. ബീരാനിക്ക എന്തോ നമ്മൾ എത്ര നാളായി കണ്ടിട്ട്. ഞാൻ ദിവസം കാണലിന്റെ മുത്തിനെ എങ്ങനെ സ്വപ്നത്തില്. പോയിക്ക അവിടുന്ന്. ഞാൻ പുറത്തൊന്ന് പൊക്കോ, ഞാനൊന്ന് അങ്ങനെ കാണട്ടെ. കണ്ണുപോയി 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 കണ്ണു അന്റെ മുഞ്ചി വന്നിട്ടേ കണ്ണു മഞ്ഞൊളിച്ചു. ഒന്ന് പോ. അതല്ല, എത്രയായില്ലേ നമ്മൾ കണ്ടിട്ട്. അതെ, നീ അങ്ങോട്ടൊക്കെ സുന്ദരി ആയിക്കണ്. അനക്ക് വയസ്സ് കൂടുന്തോറും ഇങ്ങനെ മുഞ്ചു കൂട്ടി വരികയാണ്. പോയിക്ക, ചുമ്മാ പറയല്ലേ. ഞാൻ സത്യ പറഞ്ഞത്, വെറുതെ പറയല്ലേ നിങ്ങള്. ഞാൻ എന്തിനാ പറഞ്ഞത്? ഞാൻ അത് കയറ്റി വെച്ചടന്ന്. വേണ്ട ഇവിടെ പാരും ഇല്ല. വേണ്ട. പിന്നെക്ക നമ്മൾ എത്ര ആയി പറയുന്നു ഒന്ന് കറങ്ങാൻ പോവാന്. നിങ്ങള് പറഞ്ഞില്ലേ മറൈൻ ഡ്രൈവില് കൊണ്ടുപോകുന്ന്. പിന്നെന്താ, അന്ന് ഞാൻ ഒന്ന് കറക്കും എന്റെ കയ്യിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ. എനിക്ക് കുലുക്കി സർബത്ത് വാങ്ങിച്ചിരുന്നു. കുളിക്കാൻ പോണം. കുളിക്കാനല്ല, കുലുക്കി സർബത്ത് വാങ്ങിച്ചിരുന്നു പറഞ്ഞു. അന്ന് ഞാൻ മറൈൻ ഡ്രൈവ് ചുറ്റിച്ച് ബോട്ടിലും ചുറ്റിച്ച് അനക്ക് കുലുക്കി സർവത്തും തന്നിട്ട് ഞാൻ എന്നെ ഇവിടെ വിടുന്നു പോരെ. ഉമ്മക്ക് ഇവിടെ നിന്ന് നമുക്ക് എന്താ പറയുക, ശോഭനമോളെ അമ്മേൻ്റെ ആ കായും കിട്ടിക്കഴിഞ്ഞാല് ഇത് നോക്കിക്കോ, ഇതുണ്ടല്ലോ ഈ സ്ഥാപനം ഇതെല്ലാം പാടി നമ്മളെ കൈക്കലാക്കണം. എന്നിട്ട് വേണം ഞമ്മക്ക് ഇവിടെ നിന്നെ. എങ്ങനെയുണ്ട്? ഇന്ന് നമ്മളൊരു കലക്ക് കലക്കും. കൂടുതൽ കലക്കല്ലേ. അതെ, ഞാൻ കൂടെ ഒന്നും പേടിക്കണ്ട. നമുക്ക് എല്ലാം കൂടി എന്താണ് കാരോ വരുന്നുണ്ട്. ആണോ? പടച്ചോനെ, ആരും വരില്ല. എന്താ ചെയ്യാ? നീ ഒരു കാര്യം, നീ വേഗം പോയിട്ട് അതിനോട് വിളിച്ചോ. ഞാൻ വിളിക്കണ വരെ വരല്ലേ കേട്ടാ. അതോ വേണ്ട. സർ പോന്നോളി. സാറേ സുബു നമ്മളെങ്ങനെയാണ്? സുബ്രു എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യം നമ്മളാണ്. ഇരുന്നോട്ടെ. ഓ ഇരുന്നോളി, നിങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയില്ല അവിടെ വെച്ചിക്കണേ. നമ്മളാ ഉപ്പ അച്ഛയും വടക്കും നമ്മളെ തെക്കുവാണ്. നമ്മൾ മാത്രം ബെടക്കായി. എന്ത്? അല്ല സാറേ, ഞാനേ സുബു സാറിനെ വിളിച്ചിരുന്നു. ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞാൻ ആൾക്കാരെ കൊണ്ട് ശല്യം. കഥ പറയാൻ വേണ്ടി ദിവസം 100-500 പേരൊക്കെ വരുന്നത്. രാത്രി 12 മണിക്ക് പോലും ടൈമില്ല നമുക്ക്. ഞാൻ വന്നത് കഥ പറയാനാണ് സാറേ. അത് എൻ്റെ പുതിയ ഷോർട്ട് ഫിലിമിന്റെ കഥ ഒന്ന് കേട്ട് നോക്കൂ, ഒന്ന് വായിച്ചു നോക്കൂ. ഇപ്പൊ കഥ നടക്കുന്നത് 2070 കഥയാണ്. അപ്പൊ പഴയ കഥയാ ഉണ്ട്? പഴയല്ല, പുതിയ 2070. 2070. ഞാൻ 1970 വിചാരിച്ചത്. സംഭവം കുഴപ്പമില്ല. കഥ പറഞ്ഞോളൂ നിങ്ങള്. പാരലൽ യൂണിവേഴ്സാണ് നടക്കുന്നത്. അതായത് രണ്ട് ഭൂമിയിലുള്ള ഒരു കഥയാണ് നടക്കുന്നത്. അത് ഇപ്പോഴത്തെ കാലഘട്ടം 2070. അങ്ങനെ ഒരു ഏലിയനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സാറ് എങ്ങനെ? അല്ല അപ്പൊ ഞാൻ വായിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുമ്പോ എനിക്ക് കേട്ടിട്ടുള്ളതാണ്. എനിക്കൊരു സുഖം തോന്നേ. വായിക്കച്ച കുറെ ടൈം എടുക്കൂലേ? നായകനൊക്കെ ഒരു 25 വയസ്സുള്ള ഒരു പെണ്ണാക്കിയാ പോരെ? അല്ല അച്ഛന്റെ പ്രായമല്ലേ. എനിക്കോ ഇവിടെ ഈ ചിങ്ങത്തിൽ 40 ആവുള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ 2 മുടിയില്ലാത്തല്ലേ. അത് നമുക്ക് പ്രസവത്തിലൊക്കെ റെഡിയാക്കാമല്ലോ. ഈ പ്രോസ്തെറ്റിക് ആണോ ഉദ്ദേശിക്കുന്നത്? തന്നെ അതിനെ കുറിച്ച് പരിധിയില്ലേ? അല്ല, അപ്പം വേറെന്ത് ചാൻസാ ഉള്ളത് അഭിനയിക്കാൻ? എനിക്ക് ഒന്ന് നിങ്ങളത് ഏലിയനായിട്ടുള്ളത്. അതാണെങ്കിൽ മുഖം മൂടും, കുഴപ്പമുണ്ടോ? എൻ്റെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുമാണോ? എനിക്കിട്ട് ചാൻസും ഇല്ല. ഇനി കഥ പറഞ്ഞോ. ഇതിപ്പോ നമ്മൾ 2 യൂണിവേഴ്സാണ് നടക്കുന്നത്. ഒരു ഭൂമി ഇവിടെ, ഒരു ഭൂമി ഇവിടെ. ഇതിന് കറങ്ങി തിരിഞ്ഞ് രണ്ടും ഒരുമിച്ച് എത്തുന്നു. അപ്പൊ ഈ ഏലിയൻസും ഇപ്പോഴുള്ള ആൾക്കാരും തമ്മിലുള്ള കണ്ടുമുട്ടലാണ് ഈ കഥ കാണിക്കുന്നത്. കുറച്ച് VFX പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് VFX? വിഷ്വൽ എഫക്ട്സ്. അതിന്റെ അടുത്ത് വരുന്ന സാധനങ്ങൾ. കുറച്ച് പൊട്ടലും ചീറ്റിലും ഒക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ യുദ്ധം കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരു വാറ് തന്നെ കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആണ്. ചെറിയ ബഡ്ജറ്റ് വരുന്നുള്ളൂ. ഒരു 50 ലക്ഷത്തിൽ. അല്ലോട് എൻ്റെ ഈ പൊട്ടലും ചീറ്റിലും മാത്രമല്ലോ, ബാക്കിയുള്ള അഭിനയിക്കുന്നവർക്കുള്ള സാധനം ഒന്നും അല്ല, അഭിനയിക്കുന്നുണ്ട്. അയ്യോ, ഒരു മിനിറ്റ്.
എനിക്കൊരു കോള് വരുന്നുണ്ടേ. ആ അപ്പൊ നമുക്കിത് അതെ ഒരു മിനിറ്റ്. ഇവിടെ ഒരു പോയിന്റ് കൊടുക്കട്ടോ നിങ്ങളെ. അത് കുറിച്ച് ഒന്ന് റീഫ്രഷ് ആയിട്ട് ഇരിക്കുക. അപ്പോഴേക്കും ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് പറ്റുകയാണെങ്കിൽ എന്നെ ഒന്ന് നായകനാക്കാൻ പറ്റുന്ന രീതിയിൽ ആ സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. അപ്പോഴത്തേക്ക് ഞാൻ ഇപ്പം വരാം. ഒരു ആൾ കഥ പറയാൻ വന്നിട്ട് ഇപ്പം വരാം കേട്ടോ.